ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവ നേതൃത്വയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. ഉണർന്നുകൊള്ളുക, ചാവാറായ ചെരുപ്പുള്ളിയെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്ക്, ഏഷ്യാമനയിലെ 7 സഭകൾക്കുള്ള ദൂതുകൾ കൊടുത്തിരിക്കുന്ന കാണാം. അവ 7 അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഇവാലുവേഷൻ, ഓരോ സഭയെ നേട്ടവും കോട്ടവും പോരായ്മയും കൃത്യമായി കർത്താവ് പറഞ്ഞു. എന്നിട്ട് അവയെ രേഖപ്പെടുത്താൻ പറഞ്ഞു. എന്നിട്ട് ആ സഭകൾക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. ഇന്ന് പലവിധ വ്യാഖ്യാനങ്ങൾ അതിനുള്ള ബന്ധത്തിലുണ്ട്. ചില വ്യക്തികൾ അതിന് വ്യാപകമായി ഇപ്പോൾ പഠിപ്പിക്കുന്നതിൽ ഒന്നാണ് അത് ഓരോ 7 സഭാ കാലയളവിനെ 7 കാലയളവായി ചിത്രീകരിച്ച് ഈ 7 പേരിനും 7 കാലഘട്ടത്തിനോട് ചേർത്ത് ഒക്കെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ദൈവവചനത്തിൽ അത് യാതൊരു തെളിവുമില്ല. അത് അക്ഷീയമായ ഭാഗ്യമായ തെളിവുകളെ കാണുന്നുള്ളൂ. എന്നാൽ ഇത് 7 എക്കാലത്തും ജീവിക്കുന്ന ദൈവമക്കൾക്ക് ബാധകമാണെന്നാണ് ശരിയായി പരമാർത്ഥികളായ ദൈവമക്കൾ, ദൈവദാസന്മാർ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എഫെസോസ് സഭയുടെ അനുഭവമുള്ളവർ ഇക്കാലത്തില്ല എന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അത് അന്നത്തേക്ക് മാത്രം, ആരംഭത്തിലെ സഭ. പിന്നീട് ഇങ്ങനെ കാലം ഇപ്പോൾ ഇന്നത്തെ കാലത്തെ സഭയെ കുറിച്ച് പറയുന്നത് ലവോദിക്കയാണ്. 1900 ശേഷം ഉള്ളത് ലവോദിക്ക കാലഘട്ടമാണെന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ അത് യാതൊരു തെളിവില്ല. ഇങ്ങനെ ബാഹ്യമായ ചില ലക്ഷണങ്ങൾ എടുത്ത് അത് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോ നമ്മളിവിടെ വായിച്ചത് സന്ദേശിലെ സഭയോട് പറഞ്ഞ ഒരു വാചകം. ഈ പോരായ്മ ചൂണ്ടിക്കാണിച്ചത് അവരുടെ പോരായ്മകൾ, അവരുടെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അതിന് പരിഹാരം കണ്ടെത്താനാണ്. ഇവിടെ അവരോട് പറയുന്നു, ഇവിടെ എന്താണ് പറ്റിയത്? 1-ാം വാക്യം മുതൽ തന്നെ എന്ന് വായിക്കാം. സന്ദേശിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ചെരുപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അവരെ കുറിച്ച് കർത്താവ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയുടെ നാഥൻ നോക്കിയപ്പോൾ കണ്ടെത്തിയ അനുഭവമാണ് പറഞ്ഞത്. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. 7 സഭകളെ കുറിച്ച് പൊതുവായി പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്ത് കൊടുക്കും, എല്ലാം 7 പേർക്കും പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഇപ്പോൾ ഞാൻ കിടക്കുന്നത് ഇതിൽ മാത്രം നിൽക്കട്ടെ. എന്താണ് കർത്താവോട് പറയുന്നത്? നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പോ അപൂർണത എന്നർത്ഥം. സന്ദേശിലെ സഭയുടെ പ്രവൃത്തി അപൂർണതയുള്ളത്. എന്താണ് അവരുടെ കാരണം? പ്രശ്നം. ദൈവത്തിലെ ആത്മാവ് പല കാര്യങ്ങൾ, അയാൾ 5 കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കും. 1, ഏകദേശം ബോധായി, മരിച്ച അവസ്ഥയിലായി. ജീവനുള്ളവന്റെ ആ പേര്, പക്ഷേ ഊർദ്ധശ്വാസം വലിക്കുക. മാത്രമല്ല മറ്റു കാര്യം പറയുന്നത് ഉണർന്നുകൊള്ളുക. വാസ്തവം പറഞ്ഞവിടെ പറയുന്നേ മരിച്ചവനാണ്. അത് പോട്ടെ,
മരണാസന്നാണ്. മാത്രമല്ല 2 ഉണർന്നുകൊള്ളുക. അതിന്റെ അർത്ഥം ഒന്നും അറിയുന്നില്ല, ഉറക്കാണ്. പുറത്ത് നടക്കുന്ന ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഓഫ് ഗാർഡ്, ഒന്നും അറിയുന്നില്ല, കാലലക്ഷങ്ങളൊന്നും അറിയാതെ മയക്കത്തിലാണ്. മാത്രമല്ല പിന്നെ കാണുമ്പോ ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവസന്നിധിയിൽ ഉള്ളതായി കണ്ടില്ല എന്ന് പറയുമ്പോൾ വേണ്ടതുപോലെ ഒന്നും ചെയ്തില്ലെന്നർത്ഥം. അവഗണന, നെഗ്ലിജൻസ്. മാത്രമല്ല അടുത്ത വാക്യത്തിൽ ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പോ ഇപ്പൊ അവസ്ഥ എന്താ? അൺറിപ്പന്റന്റ്, മാനസാന്തരപ്പെട്ടില്ല, മാനസാന്തരം എന്ന ബോധമേ ഇല്ല. പക്ഷെ മാനസാന്തരപ്പെട്ടതാണ്. പിന്നെ ആദ്യകാലത്ത് മാനസാന്തരത്തിന് ആവശ്യമില്ല. വേറെ കാര്യം ഇന്നത്തെ പഠിപ്പിക്കലൊന്നും മാനസാന്തരത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. പ്രസംഗവേദികളിലോ ഒന്നും മാനസാന്തരം അത് പണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ്. മാത്രമല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെടുകയല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക. ഇന്നത്തെ പറച്ചൽ കർത്താവ് പറഞ്ഞത്, കർത്താവ് ആദ്യം പ്രസംഗിച്ചത്, യോഹന്നാൻ ശാമുവേൽ ആദ്യം പ്രസംഗിച്ചത് മനസ്സാന്തരം, അതിന് ശേഷം സ്നാനമാണ്. എന്നാൽ ഇന്ന് സ്നാനത്തിന് ശേഷം മറ്റു പലതും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോ ഇവിടെ ഇത്രയോ ഒക്കെ അവസ്ഥയായിട്ടും മനസ്സാന്തരം ഒന്നുമില്ല. മാത്രമല്ല വേറൊരു പ്രത്യേകത ആ സഭയെ കുറിച്ച് കാണുന്നത് 4-ാം വാക്യം, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിൽ നിനക്കുണ്ട്. അപ്പോ ഭൂരിപക്ഷത്തിനും, എനിക്ക് ഭൂരിപക്ഷം എന്റെ വാക്യം ഉപയോഗിക്കുക, മലിനപ്പെട്ട വസ്ത്രമാണ്, അല്ലെങ്കിൽ ജീവിത വസ്ത്രം മലിനമാണെന്ന്. അപ്പൊ ചിന്തിക്കണേ, ഊർജ്ജം വലിക്കുന്നു, കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ, പരിസര ബോധമില്ലാത്ത അവസ്ഥയാണ്. പ്രമാണങ്ങളെ, ആവശ്യമുള്ള കാര്യങ്ങളെ, അത്യാവശ്യമായ കാര്യങ്ങളെ അവഗണിക്കുന്നു. മാനസാന്തരത്തിന്റെ അവസ്ഥയില്ല. മറ്റു വാക്യം തെളിച്ചു പറഞ്ഞ ഹൃദയകാഠിന്യം. മാത്രമല്ല വസ്ത്രം മലിനമാണ്. എന്താണ് 1-ാം വാക്യത്തിലെ കർത്താവ് പറഞ്ഞത്? ജീവനുള്ളവനിൽ നിന്ന് എനിക്ക് പേരുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഭയങ്കര ജീവനാണ്, ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നിന്നൊക്കെ. ആ സഭയോട് പറഞ്ഞത് ഇക്കാലത്ത് നമ്മോടും കർത്താവ് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു സഭയുടെ ജീവൻ എന്താ? ഒരു സഭയുടെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ദൈവമക്കളുടെ പ്രത്യേകത എന്താ? കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ന്റെ വാക്യങ്ങൾ വായിച്ചാൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നാണല്ലോ. ഞാൻ ഇടയ്ക്കൊരു ഭാഗം വിട്ടുപോയി, എല്ലാം നീട്ടി പറയാനാന്ന് വെച്ചിട്ടാണ്. ഒന്ന് ഉയരത്തിലുള്ളത് അന്വേഷിപ്പി, തൊട്ടടുത്തുണ്ട് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. എന്നിട്ടാണ് നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കും. എന്നിട്ട് പറഞ്ഞു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. അപ്പോ സഭയുടെ ജീവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ യേശു ക്രിസ്തുവാണ്. കർത്താവിനെ മാറ്റി നിർത്തി നമ്മൾ എന്തെങ്കിലും ആക്കിയാൽ നമ്മുടെ അവസ്ഥയും ഇതാണ്. ജീവൻ ക്രിസ്തു, ജീവൻ മാത്രമല്ല, ജീവൻ തമ്മിൽ കർത്താവ് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും മാത്രമേ ഞാൻ വന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ടല്ലോ. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. അപ്പൊ നമ്മുടെ ജീവന്റെ തുടിപ്പിൽ
മൂന്ന് സന്ദർഭത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ജീവന്റെ വ്യാപാരത്തെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ട് 4-ാം അധ്യായത്തിൽ ശമരിയാസ്ത്രീയോട് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും, നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് പറഞ്ഞു. 7-ാം അധ്യായത്തിലും കർത്താവ് പറഞ്ഞായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ 4 തുള്ളി ജീവൻ വരുമെന്നല്ല, ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആണ് 10-ാം അധ്യായത്തിൽ പറഞ്ഞത്, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകുമെന്ന് മാത്രമേ ഞാൻ വന്നത്. അപ്പോ നാം സമൃദ്ധിയായ ജീവന്റെ വാഴ്ചയാണ്. അതുകൊണ്ടാണല്ലോ 2 Corinthians 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം 3-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 19 യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു, ഞങ്ങളിൽ ജീവൻ, യേശുവിന്റെ ജീവൻ ഞങ്ങൾ വ്യാപരിക്കുന്നു. അപ്പോ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണമെങ്കിൽ അത് ഒന്നിനും കഴിയില്ലാത്ത, ദൈവസന്നിധിയിൽ നോർന്നു നിൽക്കാൻ പോലും കഴിയില്ലാത്ത പലർക്കും ജീവനുണ്ട്. ICU കിടക്കുന്ന പല രോഗികൾക്കും, വെന്റിലേറ്ററിൽ കിടക്കുന്ന പലർക്കും ജീവനുണ്ടല്ലോ. പക്ഷെ എന്ത് പ്രയോജനം? അവരുടെ ജീവൻ അവർക്ക് തന്നെ ഭാരമാണ്, അവർക്ക് തന്നെ വിഷമമാണ്. ഇതുപോലല്ലേ ഇന്ന് ജീവൻ എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ. അനേക സ്ഥലങ്ങളിൽ പല പരിപാടികളും താരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രവൃത്തി ദൈവസൽപൂർണ്ണതയുള്ളതോ, നാം ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദകരമോ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമോ, നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദകരമോ, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമോ, നമ്മുടെ കൂടിവരവുകൾ ദൈവത്തിന് പ്രസാദകരമോ, അത് ചിന്തിക്കുന്നില്ല. അതൊന്നും പൂർണ്ണതയുള്ളതല്ല. ദൈവം കർത്താവ് നോക്കുമ്പോൾ അപ്പൊ കുഴപ്പം എന്താണ്? മരിച്ചു, അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണ്, മരണാസന്നാണ്, ജീവിതാവസ്ഥത്തെ കുറിച്ച് ചിന്തയില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. അവിടെ പറഞ്ഞ ഉടുപ്പും മലിനമാകാത്ത കുറെ പേർ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാവരും ഇല്ല, കുറച്ചുപേര് അവിടെ ഉണ്ട്. പുതിയ നിയമത്തിൽ വല്ലാത്ര ചിന്തിക്കാറില്ല. ആത്മീയ വസ്ത്രം കർത്താവിനെ വെച്ച വേറൊരു സന്ദർഭത്തിൽ ഞാൻ അതിനെ കുറിച്ച് പറയാം. ആത്മീയ വസ്ത്രത്തെ കുറിച്ച് ചിന്തയില്ലാത്ത, ബോധമില്ലാത്ത, ഉണർവില്ലാത്ത ഒരു കൂട്ടമായി ഇന്നുള്ളവർ മാറിക്കഴിഞ്ഞല്ലോ. ഇന്ന് എന്താ പ്രധാനം? ചാടണം, തുള്ളണം, ശബ്ദകോലാഹലം ഉണ്ടാക്കണം, പ്രൗഢി കാണിക്കണം, പ്രകടനം നടത്തണം. ഇല്ല, ഇതുപോലെ കഥക്കുട്ടി ഉണ്ടാക്കി വെച്ചു ഭയങ്കര കാലിപ്പത്തെ അന്നവരും അന്നവിടെ മയക്കൊന്നും ഉണ്ടാകുന്ന തോന്നുന്നില്ല. പക്ഷെ എന്നാലും അവരുടെ ഘോഷം ബഹുദൂരം കേട്ടു, പർവ്വതത്തിന്റെ മേടി വരെ. അതുപോലൊക്കെ പരിപാടികൾ നടത്തണം. യേശുവിന്റെ ജീവൻ വ്യാപരിക്കുന്ന, യേശുവിന്റെ ജീവൻ വ്യാപരിക്കണമെങ്കിൽ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, യേശുവിന്റെ ജീവൻ വ്യാപരിക്കണമെങ്കിൽ എന്ത് ജീവിതത്തിൽ നടക്കണമെന്ന് പൗലോസ് വ്യക്തമായി പറഞ്ഞു. 2 Corinthians 4-ാം അധ്യായത്തിൽ യേശുവിന്റെ ജീവൻ വ്യാപരിക്കണമെങ്കിൽ യേശുവിന്റെ മരണം വഹിക്കണം. യേശുവിന്റെ മരണം നാച്ചുറൽ അല്ല, അൺനാച്ചുറൽ ആണ്, അല്ലെങ്കിൽ അത് ക്രൂശീകരണമാണ്. ഗലാത്യർ 3 പ്രാവശ്യം പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. സ്വയത്തിന്റെ ക്രൂശീകരണം വിശദമായി ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴെങ്ങോട്ട് പോകുന്നില്ല, സന്ദർഭവശാൽ പറഞ്ഞത് മാത്രം. സ്വയത്തിന്റെ ക്രൂശീകരണം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ജഡത്തിന്റെ ക്രൂശീകരണം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ഇന്ന് ജഡം ജയമെടുത്തിരിക്കുന്നു, ജഡം പ്രസാദിക്കുന്നു. അപ്പൊ എങ്ങനെ പ്രവൃത്തി ഗുണങ്ങളായവരും ജഡത്തിന്റെ സ്വഭാവങ്ങൾ എല്ലാത്തിനും 5-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടല്ലോ. പക, പിണക്കം, ക്രോധം, ശാഠ്യം, എന്തിനാ പറയുന്നു, എന്തെല്ലാം മറ്റുള്ള ഇതൊന്നും ഇപ്പൊ അശുദ്ധി,
ദുർമോഹം, വിഗ്രഹാരാധന, എന്ത് ആഭിചാരം, പക, പിണക്കം, ശാഠ്യം, ഇതെല്ലാം പൊറിക്കൂത്ത് വരെ പറഞ്ഞാൽ ഇന്നത്തെ ആരാധന എന്ന് പറഞ്ഞ് നടത്തുന്ന പേക്കൂത്തുകൾ, പൊറിക്കൂത്തുകളെങ്കിൽ പിന്നെ എന്താ? ദൈവമഹത്വപ്പെടുമോ? മനുഷ്യനെ ഊക്കിക്കാണിക്കുന്ന, മൂക്കിൽ സ്വാതന്ത്ര്യമുള്ള നിസ്സാര ജീവികളെ മഹാന്മാരായിരുന്നു പ്രഖ്യാപിക്കുന്ന, അവരെ ഉയർത്തി കാണിക്കുന്ന, യേശുവിനെ താഴ്ത്തിക്കെട്ടുന്ന, വാഗോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വാഗോട് പറയുന്നതുകൊണ്ട് കർത്താവ് മഹത്വപ്പെടുന്നില്ലല്ലോ, ഈ വിധം കൊണ്ട് മഹത്വപ്പെടുത്താത്ത കാലം. വേറൊരു വാദ്യം പറഞ്ഞ ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്, വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. എവിടെ നോക്കിയാലും പ്രകടനം, പ്രകടനം, ജഡത്തിന്റെ ലീലാവിലാസങ്ങൾ, ജീവിതാവശ്യത്തെ കുറിച്ച് ചിന്തയില്ല, വേർപാടിനെ കുറിച്ച് ചിന്തയില്ല, ലോകസ്നേഹം സർവത്രിയം, ദൈവാഗ്രഹം സർവ്വവ്യാപി, ദൈവസഭ മഹാശ്ചര്യം, നമുക്കും കിട്ടുന്ന പണം എന്ന് കുഞ്ഞിന്റെ പേര് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് അത് മതി. ഇങ്ങനെയുള്ള ദുഃഖകരമായ സ്ഥിതിവിശേഷം യേശുവിലുണ്ടായി. എന്നിട്ട് പറയാം, ജീവൻ, അയ്യോ ഞങ്ങളുടെ ജീവൻ വ്യാപരിക്കുന്ന കണ്ടില്ലയോ? പണ്ട് പാസ്റ്റർ കെ ചെറിയ ഒരു വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 10-30 വർഷം മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. എന്റെ വക ഒന്നുമല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ ഫലിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഒരു വീട്ടിൽ മീനെ വളർത്തി, ഫിഷ് ടാങ്ക് വെച്ച്, എല്ലാവർക്കും ഫിഷ് ടാങ്ക് വീടുകളിലൊക്കെ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നുണ്ടല്ലോ, അതുപോലെ ഒരു അപ്പൻ തന്റെ വീട്ടിലെ അലങ്കാര മത്സ്യങ്ങളെ വളർത്തി ഒരു ടാങ്കിൽ കൃത്യമായി സൂക്ഷിച്ചൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് കൊച്ചു മകനുണ്ട്. അവൻ നോക്കുക, എന്താ ഈ മറ്റെല്ലാ ജീവികളും നടക്കുന്നു, എന്റെ അപ്പന്റെ മീനുകൾ മാത്രം ഇവിടെ കെട്ടിയിട്ടിരിക്കുക, അപ്പൻ എന്നെ കാണിക്കുന്നത്, അപ്പൻ മണ്ടനാണ്. അപ്പൻ അവരെ അയച്ചു വിടുന്നതോ, ഞാൻ അപ്പനെ ഒന്ന് ആടെ എനിക്കത് അവസരം ഞാൻ കാണിക്കാം. അങ്ങനെ അപ്പോ അപ്പൻ ദിവസം വീട്ടിൽ ഇല്ലാത്ത സന്ദർഭമായി. ഞാൻ പറഞ്ഞല്ലോ, കെ ചെറിയ പറയുമ്പോ തന്നെ നന്നായി അവതരിപ്പിക്കും, എനിക്കത് പറ്റത്തില്ല. അപ്പോ മകന്, അപ്പൊ അന്ന് ഞാൻ ഇന്ന് അപ്പനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് മകനെ ഫിഷാങ്കിന് അടുത്തിരുന്നു. ഓരോന്നിനെ കൈ കൊണ്ടെടുത്ത് വെളിയിലോട്ട്. അയ്യോ എന്തൊരു ചാട്ടമാണ്! കണ്ടോ 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 കണ്ടോ, എന്റെ അപ്പൻ എന്നാ മണ്ണാവും, കളിക്കുന്ന കണ്ടില്ലയോ? എല്ലാത്തിനും എടുത്ത് വെളിയിട്ടു. കുറെ കഴിഞ്ഞ് അപ്പനിക്ക് മാറ്റം, എന്നെ അപ്പനെ കാണിച്ചു കൊടുക്കുന്നു. ശരി, കുറച്ച് കഴിഞ്ഞ് അപ്പം വന്നോണ്ടേ ഫിഷ് ടാങ്കിൽ ഒരു പന്നികൾ വന, നമ്മുടെ മീനൊക്കെ എന്ത് ചെയ്യും? അപ്പച്ചൻ എന്താ പറയാ, ഞാൻ അവരൊക്കെ തുറന്നു വിട്ടു. എന്നിട്ട് പുള്ളിക്ക് ആദ്യമായി എന്തോ കളിയായിരുന്നു അറിയാവോ, എന്തോ ചാട്ടമായിരുന്നു. ഇപ്പോഴെന്തേടാ പക്ഷെ എല്ലാരും കളിച്ചു കഴിഞ്ഞു ഉറങ്ങുകയാണ്. ഇന്ന് അതല്ലേ നടക്കുന്ന ദൈവസഭയിൽ കളി. ദൈവത്തിന്റെ ആത്മാവ് നോക്കിയിട്ട് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി കണ്ടില്ല. കളിക്കാൻ നേരമുണ്ട്, ദൈവവചനം തൊണ്ടപ്പുറത്തുണ്ട്, ജീവിതത്തിലില്ല. വചനത്തെ മാറ്റിവെച്ച് എന്തെല്ലാം കളികൾ നടക്കുന്നു. അപ്പോ ജീവൻ വ്യാപരിക്കണമെങ്കിൽ, യേശുവിന്റെ ജീവൻ വ്യാപരിക്കണമെങ്കിൽ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കണം. ഒരു കാലത്ത് വഹിച്ച പോരാ, എപ്പോഴും വഹിക്കണം. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. മറ്റുള്ളവർ ജീവിപ്പിക്കപ്പെടണമെങ്കിൽ ഇവിടെ എന്നെ നോക്കണ്ട, യേശുവിനെ നോക്ക എന്ന് പറയുന്ന പരിപാടി നിർത്തണം. അങ്ങനെ അവന്റെ പ്രവൃത്തി ദൈവസ്ഥലം പൂർണ്ണതകളായി കാണിക്കില്ല. ഇപ്പൊ എല്ലാരും കണ്ടുപിടിച്ചിരിക്കുന്ന പത്രോസ് എന്നെ നോക്കെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ നോക്കണ്ട, യേശുവിനെ നോക്ക. എന്നെ സഹായിക്കാൻ കഴിയാത്ത, എന്നെ വിടുവിക്കാൻ കഴിയാത്ത, എന്നെ നടത്താൻ കഴിയാത്ത, എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത യേശുവിനെ മറ്റുള്ളവർ വേണോ? എന്താ പറയുക, കാപട്യം എന്ന രീതിയിൽ ഇന്നത്തെ രീതികൾ പോകുന്നു. സഭയോട് പറഞ്ഞു,
ഞാൻ നിന്റെ പ്രവൃത്തിയുടെ ദിവസത്തിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാൻ പറഞ്ഞു വരികയായിരുന്നു. പൗലോസ് 3 ക്രിസ്ത്യൻ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഗലാത്യലേഖനത്തിൽ മാത്രം 2 പറഞ്ഞു. 5-ാം അധ്യായത്തിൽ ജഡത്തിനെ ക്രൂശിച്ചു. 6-ാം അധ്യായത്തിൽ എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജഡത്തിന്, സ്വയത്തിന്, ജഡത്തിന്, ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരിൽ മാത്രമേ യേശുവിന്റെ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരാ. ക്രൂശിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥവും ഞാൻ പറഞ്ഞതാണ്. ഒന്നുകൂടെ പറഞ്ഞേക്കാം. മുൻപ് ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ, എന്നാലും ഞാൻ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ഒരു ദിശയിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ. ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ബന്ധങ്ങളോടും ഗുഡ് ബൈ പറഞ്ഞേ ചെയ്തു. സ്വന്തമായിട്ട് ഒരു ഗുഡ് ബൈ പറഞ്ഞേച്ചാ വന്നിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു പരിപാടിയും ഇല്ല. എന്റെ പരിപാടിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ, എന്റെ ഉടയവന്റെ കയ്യിൽ. ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഇന്നോ ദൈവത്തിന് നമ്മുടെ പരിപാടിയിൽ വല്ല സ്ഥാനമുണ്ടോ, വല്ല ആലോചനയുണ്ടോ, വല്ല ഇടപെടലും നടത്തുവാൻ നാം അനുവദിക്കുമോ? അപ്പോ യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപമായി ജീവിക്കാത്ത ഒരു വ്യക്തിയിലും ഒരു സഭയിലും യേശുവിന്റെ ജീവൻ വെളിപ്പെടുകയില്ല. അതാണ് സത്യം. അത് മറയ്ക്കാൻ നമ്മൾ എന്തെല്ലാം അഭ്യാസം കാണിച്ചാലും കാര്യമില്ല. അതിന്റെ ഫലമാണ് ഈ 2-3 വാക്യങ്ങൾ പറഞ്ഞ കുഴപ്പമുണ്ടായത്. മറ്റേ വാക്യങ്ങൾ പറഞ്ഞ ജീവൻ വന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനായിരുന്നു ഉണരാതിരിക്കുക. 3-ാം വാക്യത്തിൽ ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ശ്രദ്ധേയമായ ഒരു വസ്തുത അവിടെ ഉണ്ടായി. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക. നമ്മെ ദൈവം വിലയിരുത്തുന്നത് നാം എന്തു പ്രാപിച്ചു, എങ്ങനെ പ്രാപിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഓർക്കുക, അത് കാത്തുകൊള്ളുക, എന്നിട്ട് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുമെന്ന് പറയുമ്പോൾ എഫെസോസിലെ സഭയോട് പറഞ്ഞു, ഏതിൽ നിന്ന് വേണ്ടിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെടുക. അങ്ങനെയെങ്കിൽ ഓർക്കണം, ആ രംഗം ഓർക്കണം. എവിടെയാണ് നഷ്ടം വന്നത്, എവിടെയാണ് കൊണ്ടുവന്ന് അടിച്ചു വാങ്ങണം, അന്വേഷിക്കണം, പുറകോട്ട് പോകണം. എവിടെയാണ് എനിക്ക് ഓട്ടം പറ്റിയത്, ഏത് രംഗത്ത് ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുക മാത്രമല്ല, കാത്തുകൊള്ളുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ള കർത്താവാണ് പറയുന്നത്. നമുക്ക് അബോധമുണ്ടോ? ഞാൻ നിന്നെ രമ്യാർപ്പണത്തിലുള്ള വാക്യം ഇങ്ങനെയുണ്ട്, ഞാൻ നിന്നെ നല്ല മുന്തിരിവള്ളിയാൽ വിശിഷ്ട മുന്തിരിവള്ളിയെ തന്നെ നട്ടിരിക്കെ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയായത് എങ്ങനെ? ഇതല്ലേ യാഥാർത്ഥ്യം. ലക്ഷ്യത്തിൽ നടന്ന് ദൗത്യം മറന്ന് മറ്റു പലതും ചെയ്ത് ദൈവത്തിന് മിതമായി പോകുന്ന അവസ്ഥയും അനുഭവവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, നമ്മൾ വ്യാപരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നീ ആ വാക്യം തന്നെ വായിക്കാം. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർക്കുക. എങ്ങനെയാണ് പ്രാപിച്ചത്, എങ്ങനെയാണ് കേട്ടത്, അത് ഓർക്ക്. അത് മറന്നെങ്കിൽ ആ അവസ്ഥയിൽ വാ. അതിനെ കാത്തുകൊണ്ട് ഈ മാനസാന്തരപ്പെട്, ദൈവസ്ഥലം വീഴുക. ഇന്നത്തെ കാലത്തെ ദൈവത്തോട് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയാനുള്ളത്, എന്റെ മുൻപിൽ വീഴുക. ദൈവഭയമില്ലല്ലോ, ദൈവസ്നേഹമില്ലല്ലോ, എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഭാവത്തിൽ നടക്കുന്നത്. എന്ത് നേടി അവസാനം പൊറുങ്കയോടെ ഇവിടുന്ന് പോവുകയല്ലേ? നേടുന്നത് നേടിയോ, പ്രാപിക്കേണ്ടത് പ്രാപിച്ചോ, നിത്യമായ അവകാശമാക്കിയോ? എത്ര ദുഃഖകാലം. അപ്പോ കർത്താവായ യേശുവിന്റെ മരണം ശരീരത്തിൽ വഹിച്ച് യേശുക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിച്ച് അത് സമൃദ്ധിയായി വെളിപ്പെട്ട്, ജീവൻ സമൃദ്ധിയായി വെളിപ്പെടുമ്പോ
ആ ജീവന്റെ ഫലവും ഉണ്ടാകും. അങ്ങനെ അത് വെളിപ്പെട്ട ആ ഫലത്തിന് നിറവിൽ അതിൽ മുന്നേറി നമ്മെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച എന്തിനു വേണ്ടി തന്നു, എങ്ങനെ തന്നു, തന്നവൻ കണക്ക് ചോദിക്കുമോ, അന്ന് ഞാൻ എന്തു പറയേണ്ടി വരും, എങ്ങനെ നിൽക്കും എന്റെ മുൻപിൽ എന്ന ബോധ്യത്തോടെ ഉണർന്നുകൊള്ളുക, മാനസാന്തരപ്പെടുക, ചാവാറായി ശരീരപ്പെടെ ശക്തീകരിക്കുക. ഞാൻ വന്ന് വീണ്ടും ശക്തീകരിക്കാം നല്ല കർത്താവ്, നീ ശക്തീകരിക്കുക. അപ്പോൾ നമ്മോട് കർത്താവ് നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഉടയവന്റെ മുൻപിൽ, നമ്മെ വിളിച്ചവന്റെ മുൻപിൽ പൂർണ്ണതയുള്ളൂ. അവൻ നോക്കുമ്പോ നമ്മൾ നോക്കുമ്പോ എല്ലാം ഞാനെല്ലാം നന്നായി ചെയ്യുന്നു എന്ന് നാം പറഞ്ഞേക്കാം. എന്നാൽ വാലേക്കൊത്ത് ചാടുക, കളിക്കുക. എന്തുവാണോ, എന്തറിഞ്ഞിട്ട്, എന്ത് കണ്ടിട്ട്, എന്ത് കേട്ടിട്ട്, ദൈവജനമേ നാം ഭയപ്പെടണമേ, നമ്മെ നമ്മുടെ ദൗത്യത്തിൽ നിന്ന്, ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിക്കുവാൻ, തകർക്കുവാൻ പിശാചൻ തന്ത്രപരമായി നടക്കുന്നു എന്ന് ഓർക്കണം. മാത്രമല്ല അതിന്റെ അനന്തര ഫലം കൂടെ പറഞ്ഞു, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴേക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയില്ല. ഇന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ഗംഭീരമായി പ്രസംഗിക്കുന്നുണ്ട്. പലർക്കും ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ചില ശാസ്ത്രീയ തെളിവുകൾ പറയുന്നുണ്ട്, ജീവിതത്തിൽ വഴിയൊക്കെ ഉണ്ട്. ഇത് വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം അവരിൽ കണ്ടേ. പലർക്കും ഇത് അതും കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാറി. ഇടയ്ക്ക് നേതാവിന്റെ വാക്കുകൾ ഞാൻ കേട്ടു, ആത്മീയ ശുശ്രൂഷയിൽ കാശ് മുടക്കണം. അല്ല, ഇങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ ദൈവം പറയുന്നു. നീ എല്ലാത്തിനും ഫീസ് വെക്കുമായിരിക്കും. എത്ര ദുഃഖകരം. 4-ാം വാക്യത്തിൽ ഉടുപ്പുമല്ലമാത്ത കുറെ പേർ കുറിച്ച് പറഞ്ഞിട്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ഇതിന്റെ എല്ലാ മധ്യത്തിലും, ഈ ചാവാറായി കിടക്കുന്ന ആളുടെ മധ്യത്തിലും, പൂർണ്ണതയുള്ളതായി കാണാത്ത പ്രവൃത്തിയുള്ളിടത്തും, ഉണങ്ങിക്കിടക്കുന്നത് ഇടയ്ക്കും ചിലരുണ്ട്. അവരെ ആരും അറിയുന്നില്ല, പക്ഷെ അവരെ കാണുന്ന ഒരുത്തനുണ്ട്. അവർ കർത്താവ് പറയുന്നു, ചിലരുണ്ടവിടെ, അവർ യോഗ്യന്മാരാണ്, അവർ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും. ജയിക്കുന്ന വെള്ളമെടുപ്പ് ധരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തി, എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കട്ടെ, നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർത്താവിന് മുമ്പിൽ പൂർണ്ണതയുള്ളത്. അവന്റെ ജീവനാൽ, സമൃദ്ധിയായ ജീവനാൽ, കവിഞ്ഞൊഴുകുന്ന ജീവനാൽ, പൊങ്ങി വരുന്ന ജീവനാൽ നാം നിറയുന്നു. ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ കർത്താവ് വരും, അതിന്റെ സമയത്ത് അവൻ വരും, നാം അറിയുന്നില്ല. എങ്ങനെ ഏത് നാഴേക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. മാത്രമല്ല, യോഗ്യന്മാർ വെള്ളയെടുപ്പ് ധരിക്കും, അവർ അവനോടുകൂടെ നടക്കും. പക്ഷേ നാം അതിൽ കാണുമോ? അപ്പോ ഉടുപ്പ് മല്ലമാതെ സൂക്ഷിക്കുന്ന, ചാവാറായി ഉണരുന്ന, അവിടെ ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം, ഉണർന്നു കൊള്ളുക, ചാവാറായി ശേഷിപ്പെടെ ശക്തീകരിക്കുക. അപ്പൊ ഉണരുന്ന, അല്ലെങ്കിൽ ഉറക്കം വിട്ട് എഴുന്നേറ്റ്, ഇംഗ്ലീഷ് പറഞ്ഞാല് ബി അലൈവ്, ആക്റ്റീവ് ആൻഡ് അലേർട്ട്, അല്ലെങ്കിൽ ബി അലൈവ്, അലേർട്ട് ആൻഡ് ആക്റ്റീവ്. അലൈവ് ജീവൻ പ്രാപിക്കുക, awake ഉണരുക, അലേർട്ട് ഒരുങ്ങിയിരിക്കുക, ജാഗ്രതയോടിരിക്കുക. അങ്ങനെ ചെയ്താൽ നഷ്ടപ്പെട്ടു പോവാതെ, ഉടുപ്പമല്ലാതെ വെള്ളയെടുപ്പ് ധരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേരുവാൻ നമുക്ക് വഴിയാണ്. ഈ നാളുകളിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർത്താവിന്റെ ഉന്നതിയുള്ളതോ, നമ്മുടെ കണക്ക് ഇവാലുവേഷൻ അല്ല,
കർത്താവിന്റെ വാല്യുവേഷൻ. കർത്താവ് നോക്കിയപ്പോൾ സദൃശ്യ സഭയുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ നടപ്പ്, നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രയാസം, നമ്മുടെ ബന്ധപ്പാട് എല്ലാം പൂർണ്ണതയുള്ളതോ അതോ അർത്ഥമില്ലാത്ത, കഥയില്ലാത്ത, ഒന്നുമല്ലാത്ത, വ്യർത്ഥമാകുന്ന രീതിയിലുള്ളതോ നമുക്ക് പരിശോധിക്കും. മാത്രമല്ല, കർത്താവിന്റെ ഇടപെടലെല്ലാം നാം എങ്ങനെ പ്രാപിച്ചു, എങ്ങനെ നമുക്ക് ലഭിച്ചതിന്റെ നമുക്ക് തന്നതിന്റെ വെളിച്ചത്തിലാണ്. ആകയാൽ ഒന്നില്ല എങ്കിൽ നമുക്ക് നഷ്ടം. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ഉണര ചാവാറായ ശേഷിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനെല്ലാം ശക്തീകരിക്കാം. ആക്റ്റീവായി, അലേർട്ടായി, ഉണർന്നിരുന്ന് ജാഗരിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ നോക്കി എന്റെ പ്രവൃത്തി, എന്റെ സ്ഥലം ഇന്നതാണെന്ന് കർത്താവ് പറഞ്ഞാൽ എത്ര ദുഃഖകരമാണ്. ഇന്ന് നമുക്ക് മനസ്സാന്തരപ്പെടാൻ സമയമുണ്ട്. നമ്മുടെ ന്യായങ്ങൾ കൊടുങ്ങാതെ കർത്താവിലേക്ക് തിരിയാം, മാനസാന്തരപ്പെടാം, ജീവൻ പ്രാപിക്കാം, ജീവൻ പുതുക്കാം, വസ്ത്രം അലക്കാം, ജീവിത വസ്ത്രത്തെ നിർമ്മലമാക്കാം, വെള്ളയെടുപ്പ് ധരിക്കുന്നതിനെ കൂടുതൽ ചെരുവാൻ നമുക്ക് ഒരുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തായ സ്തോത്രം. നാഥാ, സത്യത്തിലെ സഭയോട് അങ്ങ് ഇടപെട്ടത് നിങ്ങൾക്ക് ജനിപ്പാൻ ഇടയായല്ലോ. അവരെ എങ്ങ് നോക്കിയപ്പോൾ കർത്താവെ, ഒരു പ്രവൃത്തി എങ്ങനെ സന്നിധി പൂർണ്ണത ഉള്ളതായി കണ്ടില്ലല്ലോ. അവർ ജീവനുള്ളതെന്ന് പേരെങ്കിലും മരിച്ച അവസ്ഥയിലാണല്ലോ. ഉടുപ്പ് മലിനമാണല്ലോ. കർത്താവെ, നിർവിചാരികളായിരിക്കുകയാണല്ലോ. ചിന്തയില്ലാത്ത അവസ്ഥയാണല്ലോ. ഞങ്ങളും അങ്ങനെയെങ്കിൽ നാഥാ, നിങ്ങളെ കണ്ടുപിടിക്കുവാൻ ഞങ്ങളെ എങ്ങനെ പ്രാപിച്ചു എന്നോർത്ത് മനസ്സാന്തരപ്പെട്ട് നാഥാ, നിങ്ങളുടെ ഉണർവോടെ നാഥാ, നിങ്ങളുടെ വസ്ത്രം മലിനമാകാതെ വെള്ളയെടുപ്പ് ധരിച്ച് തിരുമേണ്ട കൂട്ടത്തിൽ നടക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. അങ്ങ് ഞങ്ങളെ ഉണർത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.